ഒരു തുള്ളി എണ്ണ പോലും ഉപയോഗിക്കാതെ മീൻ പൊരിച്ചെടുത്താലോ? അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് പച്ചവെള്ളമാണ് കേട്ടോ. ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ലാതെ നമുക്ക് മീൻ പൊരിച്ചെടുക്കാവുന്നതാണ് പച്ചവെള്ളത്തിൽ. ഇപ്പോഴത്തെ എണ്ണവില അനുസരിച്ച് നമുക്ക് ഡെയിലി ഫിഷ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട്. ഇനി ഇത് തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന മസാല മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, അതിൻ്റെ കൂടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മസാല നല്ല പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് മസാല ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഏത് മസാല ഉപയോഗിച്ചിട്ടാണ് മീൻ പൊരിച്ചെടുക്കുന്നത് അതുപോലെ തന്നെ മസാല തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് നാരങ്ങാ നീരും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നാരങ്ങാ നീര് ഒഴിച്ചു കൊടുക്കുന്നത് കൊണ്ട് തന്നെ മീൻ ഫ്രൈങ് പാനിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ ഒരു അയല മീനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എത്രത്തോളം എരിവ് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് മസാല മീനിലേക്ക് പുരട്ടി കൊടുക്കാം. ഞാനിവിടെ അധികം എരിവ് ഉപയോഗിക്കാത്തത് കൊണ്ട് കുറച്ച് മസാലയാണ് മീനിലേക്ക് പുരട്ടി കൊടുക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ ആവശ്യത്തിന് എരിവിനുള്ള മസാല പുരട്ടി കൊടുക്കുക. ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. മീനിലേക്ക് മസാല പുരട്ടി കൊടുത്തതിന് ശേഷം സമയമുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അതിനുശേഷം നമുക്കിത് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇങ്ങനെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ കൊളസ്ട്രോളോ അസിഡിറ്റിയോ ഒക്കെ ഉള്ളവർക്ക് ഇത് ധൈര്യപൂർവ്വം കഴിക്കാവുന്നതാണ്. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ ആ വെള്ളം ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇരുമ്പ് പാൻ എടുത്തത് കൊണ്ട് തന്നെ ഇതിനകത്ത് എണ്ണയുടെ അംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒട്ടും എണ്ണ ഉപയോഗിക്കുന്നില്ല എന്നാണല്ലോ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ചെയ്ത് കാണിക്കണ്ടേ, അതിനാണ് അങ്ങനെ ചെയ്തത്. ഇനി ആ വെള്ളം മാറ്റിയതിന് ശേഷം പാൻ ഒന്നും കൂടി ചൂടായി വരുമ്പോൾ ഇതുപോലെ ഒരു കപ്പിനുള്ള വെള്ളം പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇരുമ്പിൻ്റെ പാൻ ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗവും ഒരുപോലെ ചൂട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. ഇനി സാധാരണ മീൻ വറുക്കുന്നത് പോലെ തന്നെ കുറച്ച് കറിവേപ്പില തണ്ടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ മീൻ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതിനുശേഷം നമ്മൾ മസാല പുരട്ടി വെച്ചിരിക്കുന്ന മീൻ ഈ വെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിലിട്ട് വേണം വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. വെള്ളവും മസാലയും കൂടെ നല്ലപോലെ വറ്റി കുറുകി വരണം. അതിനായിട്ട് ബാക്കി വെച്ചിരിക്കുന്ന മസാല ഇതുപോലെ മീനിൻ്റെ മുകളിൽ പുരട്ടി കൊടുക്കാം. ആവശ്യത്തിനുള്ള മസാല പുരട്ടി കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം വേണം അത് ഫുള്ളായിട്ട് ഇതുപോലെ പുരട്ടി കൊടുക്കാം. അതിനുശേഷം ഇത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ വെള്ളം തിളച്ച് വരുമ്പം മീനിനകത്തുള്ള എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ, നെയ്യോ ഉണ്ടെങ്കിൽ അത് ഫുള്ളായിട്ട് ഈ എണ്ണയിലേക്കും മസാലയിലേക്കും വരുന്നതാണ്. അങ്ങനെയാണ് നമുക്കിത് ഒട്ടും തന്നെ അടിയിൽ പിടിക്കാതെയും കരിഞ്ഞു പോകാതെയും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പം ഇതുപോലെ വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ടിട്ട് വേണം ഇനി ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം മസാല നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇത് തിരിച്ചിടുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. സാധാരണ നമ്മൾ എണ്ണയ്ക്കകത്ത് പൊരിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ തിരിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കരുത്. പതുക്കെ വേണം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഫുള്ളായിട്ട് പൊട്ടിപ്പോകാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട്. പലരും പല അസുഖങ്ങൾ കാരണം എണ്ണയ്ക്കകത്ത് പൊരിച്ച മീനൊന്നും കഴിക്കാൻ പറ്റാത്തവരുണ്ടായിരിക്കും അല്ലേ. അങ്ങനെയുള്ളവർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ട്രിക്കാണ് കേട്ടോ ഇത്. അപ്പോൾ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ഇതുപോലെ ഒരു വശം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഭാഗത്തേക്ക് മസാല തേച്ച് കൊടുക്കുന്നുണ്ട്. ബാക്കി വന്ന ഇതിനകത്ത് കിടക്കുന്ന ഗ്രേവി തന്നെയാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മസാലയെല്ലാം ഈ വെള്ളത്തിൽ കിടന്ന് നല്ലപോലെ വെന്തതുകൊണ്ട് തന്നെ പച്ചമണമൊക്കെ നല്ലപോലെ മാറിയിട്ടുണ്ട്. വേറെ പുതുതായിട്ട് നമ്മൾ മസാല ഈ ഭാഗത്ത് തേച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് ആ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി ടൈം എടുക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഗ്രേവി തന്നെ ഇതുപോലെ തേച്ച് കൊടുക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇതുപോലെ പുരട്ടി കൊടുത്തതിന് ശേഷം നമുക്കിത് ആ ഭാഗം കൂടെ കുക്കായി വരുമ്പം തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ മീൻ പൊരിച്ചെടുക്കുമ്പോൾ കല്ലിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്താൽ മതി. അധിക സമയം നമ്മൾ ഒരു സൈഡ് തന്നെ ഇട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ടൈം കഴിയുമ്പോൾ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടുകയും ചെയ്യും. കല്ലിൽ നിന്ന് വേഗം തന്നെ വിട്ട് കിട്ടുന്നതുമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ഡയറ്റൊക്കെ നോക്കുന്നവരാണെങ്കിൽ മസ്റ്റായിട്ടും ഫിഷ് ഇതുപോലെ ചെയ്ത് നോക്കാവുന്നതാണ്. കൂടെ ചിക്കനും ഇതുപോലെ തന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിവിടെ നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനിയൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാവുന്നതാണ്.
അപ്പോൾ ഇതുകൊണ്ട് നല്ലപോലെ മൊരിഞ്ഞ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഉപ്പും മുളകും ഒക്കെ ഫിഷിനകത്തേക്ക് നല്ലപോലെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഒരു വട്ടമെങ്കിലും തയ്യാറാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ധൈര്യപൂർവ്വം തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റാണ്, ഒരു ടേസ്റ്റ് വ്യത്യാസവും ഇല്ല കേട്ടോ. അപ്പോൾ കഴിക്കാൻ പറ്റാത്തവർക്കും ഇതുപോലെ ട്രൈ ചെയ്യുക. വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയെന്നും പറഞ്ഞ് നമ്മൾ മീൻ പൊരിക്കാതെ ഇരിക്കുകയും വേണ്ട. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാനും അതുപോലെ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. ബൈ.